അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ലോകേഷ് കനകരാജ് ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയുടെ ട്രെയിലർ ഡി സിയുടെ ട്രെയിലർ വന്നിരിക്കുന്നത്. ഡി സി എന്ന് പറയുന്നത് ദേവദാസ് ആൻഡ് ചന്ദ്ര എന്നുള്ളതാണ്. അരുൺ മാധവേശ്വരൻ നമ്മുടെ ക്യാപ്റ്റൻ മില്ലിൽ റോക്കിയൊക്കെ എടുത്ത പുള്ളിയാണ്. പുള്ളിയുടെ മൂന്നാമത്തെ അല്ല, ഇതിന് ഇടയ്ക്ക് സാനിക്കായത് 4ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു. സോ ഡി സിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ നമുക്ക് കാണാം. രക്തച്ചൊരിച്ചിനാന്ന് തോന്നുന്നില്ല. ചുമല സൺ പിക്ചേഴ്സ്, സാനിക്കായുധം, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഭംഗിയാണ്. തെറിവിളി കാണാം. വീട്ടത് ഈവിൾ ഈസ് ഗുഡ്, ഗുഡ് ഈസ് ഈവിൾ. കോപ്പറേറ്റ് അടിച്ച് പാട്ടിന് കോപ്പറേറ്റ് അടിക്കല്ലേ. സായ ഭയങ്കരാണോ അനിരുദ്ധ്? രക്തം തെറിക്കുന്നു. ഇതെല്ലാം മ്യൂസിക്. അനിരുദ്ധ് രക്തം തെറിക്കുന്നു. വാവ്. ഒറിജിനൽ സൗണ്ട് ട്രാക്ക് ഒന്നാക്കി. പടം കഴിക്കും. നൈസ് ഷോട്ടാണല്ലോ. എപ്പോഴും ഡേറ്റിലല്ലേ? കമ്മിങ് സൂൺ. ഓ ഭയങ്കര ഒരു മറ്റേ ക്ലാസിക് വേൾഡ് ക്ലാസ് പടങ്ങളുടെ മേക്കിംഗ് വിഷ്വൽ. അതായത് അരുൺ മാധവേശ്വരൻ നമ്മൾ ക്യാപ്റ്റൻ മില്ലർ കണ്ടോ പറഞ്ഞല്ലോ, പുള്ളിക്ക് ഈ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിന് ഭയങ്കര കഴിവുള്ള ഒരാളാണ്. കുറച്ച് ഇന്റലിജന്റ് ആണ്. അത് ഈ വിഷ്വൽ സ്റ്റോറി കാണിച്ചുകൊണ്ടിരിക്കും. നമുക്കത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അത് അതായത് വേണമെങ്കിലും വേണ്ടെങ്കിലും. ഇപ്പൊ എനിക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇതിന്റെ തിയേറ്റർ റെസ്പോൺസ് എങ്ങനെയാവുമെന്നൊരു ധാരണയില്ല എനിക്കിപ്പം. കാര്യം ഇപ്പം ഒരു വലിയ കൂട്ടം ആൾക്കാർ ഇടിച്ചു കയറി കാണുന്ന ടൈപ്പ് ഓഫ് പടമല്ല. പയ്യെ ഈ പടത്തിന്റെ റെസ്പോൺസ് അറിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിനൊരു ഓഡിയൻസ് എത്തുന്നു തോന്നുന്നു. ഇപ്പോൾ ഇനിഷ്യലി ലോകേഷിനെ അറിയാവുന്നവർക്കും ഈ അരുൺ മാധവേശ്വരൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇത് കാണാൻ. പക്ഷേ ജനറൽ ഓഡിയൻസ് ലോകേഷിന് ഇപ്പോൾ ഒരു ഇപ്പൊ ഈ നെഗറ്റീവും പോസിറ്റീവും ടപ്പ് ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ മാറും. അപ്പൊ എനിക്ക് തോന്നുന്നത് വരുമ്പോ ലോകേഷ് തിരിച്ചു വന്നു, പിന്നെ അടുത്ത ലോകേഷിന്റെ പടം ലോകേഷ് പോയി. ഇത് കാണാൻ നല്ല രസമായിരിക്കും ഈ പടം. അതായത് ഈ ഷോട്ടിന്റെ കൺസ്ട്രക്ഷൻ ഇല്ല. മറ്റേ ആ ഒമ്നിക്കകത്തൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ഇവൻ സിഗരറ്റ് കത്തിക്കുമ്പോഴത്തേക്കിങ്ങനെ അത് പ്ലാൻഡ് ആണോ മറ്റേ പുറത്ത് ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇവനിൽ പിന്നെ അവളെ നോക്കി ഭയങ്കര. പിന്നെ
ആ ലൈൻ, അതായത് വിദേശ ഡയറക്ടേഴ്സ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ മറ്റേ ക്യാപ്റ്റൻ മില്ലർ കണ്ടോ പറഞ്ഞില്ല, അതായത് കുറസോവയുടെ ഭയങ്കര ഉള്ളൊരു ഡയറക്ടറാണ് അഡ്മാനേഷൻ. അതായത് പുള്ളി ഈ നേച്ചർ അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻവയോൺമെന്റിനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാവോ അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത്. ആ പടത്തിൽ ശരിക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിലെ ലാസ്റ്റ് ആ ഷോട്ട് കണ്ടോ മറ്റേ സൂര്യൻ. ഇപ്പം പലരും അങ്ങനത്തെ ഷോട്ടൊക്കെ എടുക്കാൻ മടിക്കും, കാരണം അത് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്തിനാണ് ബുദ്ധിമുട്ട്, CG ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ ഭയങ്കര റോ ഫീൽ ഉണ്ട്. ഇതൊക്കെ ഷൂട്ട് ചെയ്തതിന്റെ മറ്റേ ഈ രക്തം തെറിക്കുന്ന പ്രാക്ടിക്കൽ എഫക്ട്സ് ഉണ്ട്. അതാ മറ്റേ ആ ഇതാണ് ഏതാ ടറന്റീനോ ലൈനിൽ ഇങ്ങനെ തെറിക്കുക ചീറ്റുന്ന ലൈനിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം. പുള്ളി ഭയങ്കര ടറന്റീനോ ഫാനാണ്. പുള്ളി ഇതിനു മുമ്പ് ഇന്റർവ്യൂലൊക്കെ സ്ഥിരം പറയുന്നതാണ്. ഭയങ്കര ഫാസ്റ്റ് കട്ട് എഡിറ്റ് ഒന്നും ഇല്ലാതെ കുറച്ച് സമയം എടുത്ത് അങ്ങനത്തെ ഷോട്ടുകളാണ്. ഈ പുള്ളിയുടെ പടങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഈ ഫസ്റ്റ് ഷോട്ട് ഉണ്ടല്ലോ ട്രെയിലറിൻ്റെ, ആ ഫസ്റ്റ് ഷോട്ട് പോലെ തന്നെയാണ്. അതായത് കുറച്ചധികം നേരം, അതായത് ഈ നല്ല ദൂരത്തിൽ കുറച്ചധികം ഡയറക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുള്ളിയുടെ ഇതിനു മുമ്പ് സാനികായത്തിലുണ്ട്. മറ്റേ ഇത് റോക്കി പുള്ളി ഫസ്റ്റ് പടത്തിലൊക്കെ ഉണ്ട്. അത് ക്യാമറ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സംഭവം നടക്കുന്നുണ്ടായി. അതായത് ഡെപ്ത് കൊടുക്കുന്ന സിനിമാറ്റോഗ്രാഫിയിൽ ഈ ഡെപ്ത് യൂസ് ചെയ്ത്. അതായത് നമ്മളിപ്പം നിൽക്കുമ്പോൾ കണ്ടില്ല ആ ഷോട്ടിൽ ഫസ്റ്റ് ഒരു ഫ്രണ്ടിൽ ഒരു വണ്ടി കാണാം. അപ്പൊ നമ്മളിങ്ങനെ, അതായത് ഓഡിയൻസിന് ഈ കട്ടിലൂടെ അല്ലാതെ പരതാണ് ഇവിടെ ഒരു സാധനം കിടപ്പുണ്ടല്ലോ, ഇതിലെന്തെങ്കിലും കാണും, അവിടെ എന്തോ നടക്കുന്നില്ല, അവിടെ എന്തെങ്കിലും കാണും. പിന്നെ ഓഡിയോ, ഇപ്പൊ നമ്മള് വിഷ്വലൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഓഡിയോയിലൂടെ നമുക്ക് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവും. തെറി വിളിച്ചോണ്ട് ആരോ എന്തോ അപകടം സംഭവിക്കുന്നത്. ഈ സാധനമൊക്കെ നമ്മള് അതായത് ശരിക്കും ദൂരത്തുനിന്ന് ഈ സംഭവം നോക്കി കാണുന്ന ഓഡിയൻസിന് ബ്രെയിൻ യൂസ് ചെയ്ത് സീൻ ഫില്ല് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കും. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു അംബാസഡർ കാണിച്ച് പിന്നെ കട്ട് ചെയ്ത് അവിടെ പോകും. അങ്ങനെ ആ ലൈൻ അല്ലാതെ അതിൽ നിന്ന് തന്നെ ടെക്നിക്കലി പുള്ളിക്ക് ഇതിന്റെ പരിപാടി അറിയാമെന്ന്. പിന്നെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അനിരുദ്ധിന്റെ മ്യൂസിക്, അതിലായിരിക്കും നമുക്ക് കോപ്പിറൈറ്റ് റേഞ്ച് കിട്ടാൻ. അത് അനിരുദ്ധ് ഇതിനു മുമ്പ് കുറച്ച് കാലങ്ങളായിട്ട് ചെയ്യാത്തൊരു സ്റ്റൈൽ. അതെ സ്റ്റൈൽ, അത് ഈ പടവും അങ്ങനത്തെ സ്റ്റൈലാണ്. കാരണം പുള്ളിയുടെ സോണിൽ നിന്ന് മാറിയൊരു പടമായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോഴും എനിക്ക് മറ്റേത് കണ്ടപ്പോഴും ഒരു ഇച്ചിരി റെഗുലർ സ്റ്റൈൽ ഓഫ് മൂവി ആണെന്ന് തോന്നുന്നു. പക്ഷേ ഈ ട്രെയിലർ കണ്ടപ്പോൾ കുറച്ച് വേറൊരു സ്റ്റൈൽ, ഒരു എന്തോ അരുൺ മാധേശ്വരുടെ സിഗ്നേച്ചർ ഉണ്ട് അത് ട്രെയിലറിനകത്ത് കാണാം. സ്ഥിരം ലൈൻ ഓഫ് പടമാണെങ്കിൽ ഈ മറ്റേ ക്യാപ്റ്റൻ മില്ലറിൽ പറ്റിയതുപോലെ ഈ ലെങ്ത്, അതാണ് എനിക്ക് എപ്പോഴും പുള്ളിയുടെ ഈ നമ്മൾ പറയാൻ അത്ര ഇല്ലെങ്കിലും 3-3.5 മണിക്കൂർ എടുത്തേ പറയത്തുള്ളൂ എന്നുള്ള സ്റ്റൈലില്ല. അത് കുറച്ച് എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഒരു യൂഷ്വൽ ടൈപ്പ് സിനിമയല്ല. അതിനകത്ത് കുറച്ച് പരിപാടി ഉണ്ടോ, അതായത് അതിന്റെ മെയിൻ തീമോ സ്റ്റോറിയോ നമ്മൾ ഈ പറഞ്ഞാൽ വളരെ ജനറിക് ആയിരിക്കും. പക്ഷേ ദേവദാസ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് പുള്ളിക്കാരി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്, ഇവൻ ഒരു ഈ പറഞ്ഞ ഗുണ്ട ലൈൻ എന്തോ ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള എന്തോ ഒരു കണക്ഷൻ, പിന്നെ ഇവരെ പോലീസുകാർ തേടുന്നു, ഒരു എസ്കേപ്പ്, അങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ട് അതിനകത്ത്. അപ്പോൾ റോസിന്റെ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഫസ്റ്റ് ഈ ഇനിഷ്യൽ പടത്തിന് ടൈറ്റിൽ ടീസ് അനൗൺസ് ചെയ്തപ്പോഴേ അതൊരു ഭംഗിയുണ്ട്. അതിനൊരു ഗൺസ് ആൻഡ് റോസസ്, അതാണ് സംഭവം. മറ്റേ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ ഇവർ കൈ പിടിക്കുമ്പോൾ ആ റോസ് ഉണ്ട് വായിക്കാത്ത വെച്ചേക്കുന്നത്, അങ്ങനെ അതിനെന്തോ ഒരു റോസ് എന്ന് പറയുന്നത് ബേസിക്കലി ലവിന്റെ ഒരു സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. എക്സ്ട്രീമിസം കാണിക്കാൻ പറ്റും. കണ്ണൊരു അതാണ് ഗൺസ് ആൻഡ് റോസസ് എന്നുള്ള സംഭവമാണ്, ആ എലമെന്റ് ആണോ. എനിവേ ട്രെയിലർ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ടൈപ്പ് ഓഫ് പടങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഈ പുള്ളി കുറച്ച് അതിനകത്ത് പ്ലേ ചെയ്യുന്നവരാണ്. ഇങ്ങനെ നമുക്ക് എന്നാൽ കുറച്ച് ചോര തെറിപ്പിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക്. സോ അതുകൊണ്ട് DC-യുടെ റിലീസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. റിലീസ് ഡേറ്റ് ഒരു പ്രഖ്യാപിച്ചിട്ടില്ല, കമ്മിങ് സൂൺ പറഞ്ഞിട്ടുള്ളൂ. സോ വെയിറ്റ് ചെയ്യുന്നു. ഡെഫിനറ്റ്ലി നമ്മൾ ആക്ടിങ് കാണാൻ വെയിറ്റ്. ലോകേഷിന്റെ പുതിയ ഒരു പുതിയ മുഖം അല്ലെ, ഡയറക്ടർ എന്നൊരു ആക്ടർ എന്ന രീതിയിൽ പുള്ളി എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയാം. മ്യൂസിക് വീഡിയോയിൽ ഡിസ്കംഫർട്ട്. അതെ, അതിനകത്ത് പുള്ളിക്ക് പറ്റുന്നില്ല, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് പുള്ളിയുടെ ഫേസിൽ തന്നെ കാണാൻ പറ്റും. ഇത് പുള്ളി കുറച്ചുകൂടെ പുള്ളിയുടെ സോണാണ് ഏത് തോക്ക് വെടി കൊലപാതകമൊക്കെ ആയതുകൊണ്ട് പുള്ളിക്കത് കുറച്ച് ഈസിയായിട്ട് ജെല്ലാൻ പറ്റും. പക്ഷെ പുള്ളി ആക്ടിങ് ഇത് നിൽക്കുമ്പോഴേ, ആ സ്പേസ് നിൽക്കുമ്പോൾ ഇത് എങ്ങനെ ഞാൻ ചെയ്യുന്നത് എങ്ങനെ മറ്റൊരാളാണല്ലോ ജഡ്ജ് ചെയ്യുന്നത്, പുള്ളിയല്ലല്ലോ അത് ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വരുമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയാം.